ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ കുറച്ച് നാളായി ഇപ്പൊ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച്. ഇപ്പൊ നമ്മ റെഡി ആയിട്ട് ഇറങ്ങാനുള്ള റീസൺ എന്താണ്? ഉച്ചക്കത്തേക്ക് അപ്പുറം മധുത്തുണ്ടാകാൻ അപ്പൊ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പൊ റുവാപ്പിലായിട്ടാണ് അപ്പൊ പോയത് ചിക്കൻ മേടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആ കഥ അപ്പു പറഞ്ഞുതരും. സംഭവം എന്താണ്, കോയിനെ തൂക്കണിട്ട് കോഴികൾ വിചാരിച്ച് അവക്ക് മേടിച്ചതാണ് ആ കോയിന്. പക്ഷെ അവക്ക് മേടിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ ചിക്കൻ കടയിൽ ആ ചെക്കൻ ഈ കോയിനെടുത്തിട്ട് കത്തി വെച്ച് അറക്കണിട്ട് അപ്പൊ തുടങ്ങിയ കരച്ചിലാണ്. കോയിനെ കത്തി വന്നിട്ട് എനിക്ക് തലക്ക് സുരമില്ല. ഉമ്മി കോഴി ചത്തുന്ന കോയിനെ കത്തി വെച്ച് കോയിനെ കഴുത്തിൽ കത്തി വെച്ച് ഇത് പെടയനെ കണ്ടിട്ട് നടന്ന് കരയാണ്. ഞാൻ പിന്നെ വിചാരിച്ചേ ചെറിയ കോയിനെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞോണ്ടേയിരിക്കണം. ആർക്കും ഇതില്ല, അറസ്റ്റ് തന്നെയില്ല. നമുക്ക് വന്ന് കയറിട്ട് ഇത് കിടപ്പ് ഇരിപ്പം തന്നെയില്ല. അനുവിനോട് മാമ കോയിനെ കത്തി വെച്ച് മാമ അനുവിനോട്. അപ്പൊ അനുവിനോട് പറയണ, എന്നോട് വന്നിട്ട് ഞാൻ ചിക്കൻ കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കണം. ഇവിടെ പെറ്റ് ഷോപ്പ് ഉണ്ട്, അവിടെ കിട്ടോ നോക്കാം. ഒരു ചെറിയ കോയില് കളർ കോയി. അപ്പവും പറഞ്ഞു എന്നോട് വരാൻ പറഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എവിടെ എന്താ പറ്റിയത്? എന്താ ചെയ്ത കോയിന? കോഴി എന്താ ചെയ്തത്? കോയിനെന്താ ചെയ്ത് കത്തി വെച്ചിട്ട്? കോഴി എന്താ ചെയ്ത? കോയിനെന്താ ചെയ്ത? കത്തി വെച്ചല്ലേ എന്റെ മോളിലെ കോയിന. കോഴി മേടിച്ചല്ല, കോയിനെ മേടിക്കണം നമുക്ക്. മേടിക്കാവാ. പോയിട്ട് ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് അപ്പവും റൂബിയും കൂടെ രാവിലെ പോയതാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട്. ഐസ്ക്രീം ഒക്കെ തിന്ന് മേത്തൊക്കെ ഐസ്ക്രീം ഇപ്പൊ മേടിച്ചു കൊടുക്കാറില്ല. വല്ലപ്പോഴൊക്കെ മേടിച്ചു കൊടുക്കാറുള്ളൂ. വല്ലപ്പോഴും എല്ലാരും കമന്റില് പഞ്ഞി കിട്ടപ്പോ ഞാൻ അതീപ്പിന്നെ മേടിച്ചു കൊടുത്തിട്ട് കോയിനെ വേണ്ട. അപ്പൊ കൈ കഴിക്കാൻ മതിയാ? ഫോൺ എടുത്ത് നോക്കട്ടെ. മതിയാ അങ്ങനെ? കൈ കഴുക അതല്ല, കോയിനെ വേണ്ട. കോഴിനെ വേണ്ട, വേണോ വേണ്ടേ? അപ്പൊ ഇവക്ക് ഈ മറ്റേ ജന്തുജാലങ്ങളൊക്കെ ഇഷ്ടം തോന്നുന്നു. മീന്, മീന്, കോഴി, അതിനേക്കാണ് ഇഷ്ടം. എന്ത് സങ്കടം കൊണ്ട് എന്റെ കോഴി, എന്റെ കോഴി. കോയിനെന്ത് ചെയ്തിരുന്നു അവര്? കൊണ്ടല്ലേ ആടി ബക്കറ്റിലിട്ട് ഇവരെടുത്തിട്ട് ഇവളപ്പൊ ഒരു കരച്ചില്. അപ്പൊ അമ്മ ഇറങ്ങട്ടെ ഗൈസ്, എന്നിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഒന്നും കഴിച്ചിട്ടില്ല മര്യാദക്ക്. കഴിക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന ടൈമിലാണ് എല്ലാരും കഴിച്ചു. ഇപ്പൊ ഉച്ചക്ക് ടൈം എത്ര? 12:30. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ മധുത്തല്ലേ കുക്കറിലാക്കാന്നല്ലോ. അതാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ഇറങ്ങട്ടെ. ഓക്കെ, പോട്ടെ. ബൈ പറ. കോയിനെ മേടിക്കാൻ വേണ്ടി പറ. കോയിനെ ബൈ. കോയിനെ മേടിച്ചിട്ട് വരാം പറ. അവിടെ പറ, അവിടെ നോക്കി പറ. കോയിനെ മേടിച്ചിട്ട് വരാം. വരാന്ന് പറ. വരല്ല, വരാ. ബിരിയാണിയാ? ഞാൻ പറഞ്ഞ അവിടെ നിന്ന് ആ കോഴി നമുക്ക് ബിരിയാണി വെക്കാന്ന് പറഞ്ഞു. അതാണോ പറയണത്? ഇറങ്ങട്ടെ. ബാ. എന്ത് മേടിക്കാൻ പോണു? ആ മാമ വിളിക്കണ്ട. എടാ മാമ നിന്നെ വിളിക്കണു. നേരെ എടുത്തോ. ഗൈസ്, നമുക്കിപ്പോ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് തന്നെ യൂബറിലാണ് ഇപ്പൊ പോണത്. ആശ്രയ യൂബറാണ്. വണ്ടി ഇന്ന് റെഡി ആക്കിട്ടെന്നാ പറഞ്ഞത്. നമ്മളിപ്പോ ഇവിടെ ഒരു പെറ്റ് ഷോപ്പില് ഫസ്റ്റ് വന്ന്, അപ്പൊ അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാം. 2 ദിവസം വണ്ടി പണിയാണ് വർക്ക്ഷോപ്പിൽ തന്നെ നടുപോയി. അപ്പൊ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഈ പെറ്റ് ഷോപ്പ് ക്ലോസ് ചെയ്തേക്കണം. പിന്നെ അടുത്ത പെറ്റ് ഷോപ്പ് ഇവളുടെ ഭ്രാന്തിന് ഇറങ്ങിയതാണ്. കൊച്ചിനെ റെഡി ആക്കിയിട്ട് പെട്ടെന്ന് അപ്പുവാണെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് വരൂലായിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ വേണ്ടിയായിരുന്നു. അങ്ങനെ അടുത്ത പെറ്റ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. 2 മണിയപ്പോ അത് 2 ക്ലോസ് ചെയ്തേക്കണം. അപ്പൊ അവിടെ നിന്ന് അടുത്തയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഭാഗ്യത്തിന്. അങ്ങനെ 2 ലവ് ബേർഡ്സിന് മേടിച്ചു ലാസ്റ്റ്. സമാധാനായ റുവാ? പോകാ. പോവാ. വീട്ടിൽ കൊണ്ടുപോയി അല്ലേ?
അപ്പൊ പിടിക്കണോ ബോബോനെ ഒന്നും മേടിക്കണ്ട നീ ഒന്ന് പോയത്. അങ്ങനെ ബേബിക്ക് കിളീനെയൊക്കെ മേടിച്ചു കൊണ്ടൊന്ന് സെറ്റാക്കി അവിടെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് 8ന്റെ പണി കിട്ടിയേക്കുന്നത്. കാരണം ഞാൻ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് പോയത്. ബേബി ആണെങ്കിൽ വെള്ളം പോണ പൈപ്പില്ലേ അതിന്റെ ഓവിലാണ് കുത്തി വെച്ചത്. അതെടുത്ത് പുറത്തോട്ട് ഇട്ടിട്ടുണ്ടായി. ഞാൻ വന്നപ്പോ അവിടെ ഫുള്ള് വെള്ളം വർക്കേരിയ ഫുള്ള് വെള്ളം. അങ്ങനെ പിന്നെ വന്നപ്പോ തന്നെ ഉള്ളം കൂടൊക്കെ പോയി. പിന്നെ അപ്പു കുറച്ചൊക്കെ കോരിക്കളഞ്ഞ് ഞാനും കുറച്ച് വെള്ളമൊക്കെ കോരിക്കളഞ്ഞു. ഇപ്പൊ രാവിലെ നമ്മ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ആയിട്ട് കഴിച്ചിട്ടുണ്ടായത്. അപ്പൊ അപ്പൂക്ക് വിശക്കണം. പെട്ടെന്ന് മധൂത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കയറിയാണ്. ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കണം. യൂട്യൂബിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ കട്ടി പെട്ടെന്ന് കഴിയും. ബിരിയാണി പോലെ എല്ലാം തോന്നുന്നു. ഞാൻ അത് കണ്ടിട്ട് അരമണിക്കൂറിൽ റെഡി ആവുന്ന പറയണം. പിന്നെ ചിക്കനൊക്കെ ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചിട്ടാണ് പോയത്. അപ്പൊ ഇപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് കാണിച്ചു തന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഗൈസ്. മധൂത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കണം ക്യാപ്സിക്കം. ഇത്രയും ക്യാപ്സിക്കത്തിന്റെ ആവശ്യമില്ല, പക്ഷേ ആ ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പൂക്ക് ഇഷ്ടമാണ് ക്യാപ്സിക്കം, അതുകൊണ്ടാണ് ഇത്രയും എടുത്തേക്കുന്നത്. 1.5 ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ പച്ചമുളക് കുറച്ച് കൂടുതൽ വേണം, അത് കാരണം കുറച്ച് കൂടുതൽ പച്ചമുളക്. പിന്നെ എനിക്ക് ഇവിടെ ഉണ്ടായത് മറ്റേ ചെറിയ ചെറിയ മാഗി ക്യൂബാണ്. ശരിക്കും 2 ഇട്ടാൽ മതി, ഞാൻ 5 എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ മാഗി ക്യൂബാണ്, മറ്റേ വെച്ചാൽ വലുതാണല്ലോ. പിന്നെ ഫസ്റ്റ് തന്നെ കുറച്ച് സ്പൈസസ്, മല്ലി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങള് ഒക്കെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഈ കുക്കറിലോട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഒഴിക്കണം കേട്ടോ, അതിൽ നല്ലോണം ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ. ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഓയിൽ ഇത് റോസ്റ്റ് ചെയ്യണം ഫസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ആ സ്പൈസസ്. ഇത് പിന്നെ 3 തക്കാളി 1 സവാളയും കൂടെ നല്ലോണം അടിച്ച് പേസ്റ്റ് ആക്കിയത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഞാൻ ഈ തക്കാളി അടിച്ച ജാറ് കഴുകാണ്ടാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതാണ് ഈ കളർ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ സ്പൈസസ് ഇട്ടിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്യാം. ഓയിൽ ചൂടായിട്ട് ഇങ്ങനെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ക്യാപ്സിക്കും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്ത്, പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മറ്റേ ടൊമാറ്റോ വെല്ലുള്ളിയുടെ മറ്റേ പേസ്റ്റ് ഉണ്ടായല്ലോ അതൊഴിച്ച് ഉപ്പിട്ട് ഇനി ഇതിലോട്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഞാൻ പൊടിച്ച് വെച്ചതാണ്. മാഗി ക്യൂബ്, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ആക്കുക. പിന്നെ നമ്മുടെ ഈ പൊടിച്ച് വെച്ച് ഈ മസാലയും കൂടെ ഇട്ട് വെച്ചാൽ സംഭവം റെഡിയായി. പിന്നെ ചിക്കനും റൈസും ഇട്ടെടുത്തിട്ട് ഒറ്റ വിസിൽ കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഇതിലോട്ട് പൊടിച്ച് വെച്ച മസാലയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കുക. അങ്ങനെ മസാല ഒക്കെ സെറ്റായിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ട് അപ്പം തന്നെ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ്. അപ്പൊ അപ്പുറത്തന്നെ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി. ഇപ്പൊ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇതിലോട്ട് അരി ഇടാ, ബസ്മതി റൈസ് ഇല്ലേ അതിടാ, എന്നിട്ട് 1 വിസില് എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത്, റെഡി ആവുന്ന എനിക്ക് അറിഞ്ഞടാ. റെഡി ആയെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, സിമ്പിൾ റെസിപ്പി ആണ്, ടേസ്റ്റ് ഉണ്ടാവും, നമുക്ക് നോക്കാം. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഇതിലോട്ട് കമത്തണ ജോലി അപ്പൂനെ പിടിച്ചു. അതിൽ കുറച്ചും കൂടെ ഉണ്ട്, ഇതിൽ കൊള്ളണില്ല. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ, അപ്പൊ നല്ല ജ്യൂസി ആയിട്ടാണോന്ന് പറഞ്ഞു. കഴിച്ചോക്കട്ടെ ഇനി എങ്ങനെയുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് കിട്ടും, പക്ഷെ നല്ല ടേസ്റ്റ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അവിടുത്തെ എല്ലാരും കഴിച്ചിട്ടുള്ള ബാക്കിയില്ലേ അവരിതിലാക്കി തരും, കണ്ടെയ്നറിലാക്കി തരും. അതുവരെ വെയിറ്റ് ചെയ്യുന്നു ഞാനൊക്കെ. പക്ഷെ അത് ആ ടേസ്റ്റ് തന്നെ നല്ല ഗുണം. ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. സിമ്പിളാണ്. 1 മണിക്കൂർ ഉണ്ടോ കുക്കറിൽ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിങ്ങനെയാണ്. ഇതവിടെ നമുക്ക് വേറൊരു കാര്യം സംഭവിച്ചു. ഇത് ആദ്യം ഞാൻ കണ്ട കളർ ഏതാണ്? അകിളിന്റെ അതാണ് റുവാപ്പിനെ നീ മേടിച്ചപ്പോ അടി പൊളിഞ്ഞിട്ട് ഇത് പറന്നുപോയി. അങ്ങനെ ലാസ്റ്റ് ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോ അവര് പിന്നെ തന്നു നമുക്ക് 2 വേറെ തന്നു. നമുക്ക് ഇവനാ ഷോപ്പിലാക്കണം, ഇവന്റെ ഷോപ്പിൽ. എന്നിട്ട് വേണം നമുക്ക് പരിപാടി.
അമ്പിളു ഇത് അമ്പിളു, ഇത് കുമ്പിളു. അമ്പിളു എവിടെ അമ്പിളു? ഇത് കുഞ്ഞു കോയാണ്ട് വലുതാവട്ടാ. കോഴിയാണ് ഇതിന് ഫുഡാപ്പാ. നമ്മള് സിനിമക്കാണ് വന്നിട്ടുണ്ടായ. എന്താണ് ഫിലിമിന്റെ പേരെന്താണ്? DC തമിഴ് ഫിലിം. ഇവര് പെട്ടെന്ന് പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞിട്ട് വന്നതാണ്. അഭിനയില്ലാന്ന് പോപ്കോൺ അഭിനയിച്ച് താഴ്ത്തും. എപ്പോഴും താഴ്ത്താണ്. നമുക്ക് സ്ക്രീൻ 3D കിട്ടിയത്. അങ്ങനെ ഫിലിമൊക്കെ കണ്ട് കഴിഞ്ഞ് വീട്ടിലെത്തി. ഫിലിമിനെ പറ്റി എന്താ പറയാനുള്ള? ഗൂസ് ബംസ് ആണ് ഗൈസ്. ഫുള്ള് എന്തായാലും മസ്റ്റായിട്ട് തിയേറ്റർ വാച്ച് ചെയ്യണം. ഇപ്പോഴും അതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. ആക്ടിങ്ങും ഫാനായി പോയല്ലേ. എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. BGM ആണ് ഒരു രക്ഷയില്ലാത്ത. നിനക്കെന്താ പറയാനുള്ള? അടിപൊളി പടം. ഹാങ് ഓവർ മാറിയിട്ടില്ല കേസ്. ഇപ്പൊ വേറെ പരിപാടിയിൽ 9:30 മണിയായി. നമ്മ 6:30 മണിയുടെ ഷോക്കാ പോയത്. ഇപ്പൊ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാം. അല്ല റുവ കാണിച്ചു കൊടുത്ത്, കിളീനെ കാണിച്ചു കൊടുത്ത്. കുറച്ച് സ്വൈര്യം കൊടുക്ക് നീ. ഉറങ്ങണ്ടേ അത്? ഫുഡ് കഴിച്ചാ? അത് ഫുഡ് കൊടുത്താ? അമ്മ കൊടുത്താ? അമ്മ കൊടുത്ത്. പാല് കൊടുത്താ? ചോറ് കൊടുത്ത? ചോറും കഴിച്ചാ? നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും നമ്മ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ സ്റ്റേ ട്യൂൺ. ബൈ.